ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ മണി പ്ലാന്റിൽ കുഞ്ഞ് 2-3 ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ കാലത്ത് കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു ധൃതിയില്ല, പതുക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി. എണീറ്റ് തന്നെ അതുകൊണ്ട് ഇത്തിരി പതുക്കെയും മെല്ലെയാണ് കേട്ടോ. കുട്ടു ഇനി എണീറ്റിട്ട് തന്നെ ഇല്ല. അപ്പോൾ രാവിലെ എൻ്റെ ചായ കൂടി എല്ലാം അത്യാവശ്യം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കിയത് നൂൽപുട്ടും എഗ് റോസ്റ്റും ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്കുള്ളതും ഉണ്ടാക്കി വെച്ചു കേട്ടോ. പയറുപ്പേരിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചോറ് മാത്രമേ ഇനി വെക്കാനുള്ളൂ കേട്ടോ. അതെന്താ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് മുടപ്പിലൂർ പോകേണ്ട ആവശ്യമുണ്ട്. അതിന് മുമ്പിൽ എനിക്കൊന്ന് കടയിൽ കുറച്ച് പ്രൈസ് ടാഗിൻ്റെയും കുറച്ച് കൊറിയറൊക്കെ അയക്കാനുള്ളതിൻ്റെ പാക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ഈ പണി കഴിഞ്ഞു പറഞ്ഞാൽ അതിലിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്രൈസ് ടാഗ് എപ്പോഴും യൂഷ്വലി അവരാണ് എനിക്ക് തരുന്ന അവിടെ തന്നെയാണ് പ്രിൻ്റ് അടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് തരാറുള്ളത്. ഈ പ്രാവശ്യം അവർ ഇത്തിരി അവിടെ തിരക്കുള്ളത് കൊണ്ട് അവരതങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് പോയി മേടിച്ചിട്ട് ഒരു ഷീറ്റ് എനിക്ക് തന്നു, ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്ത് തന്നാൽ മതി പറഞ്ഞ് മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്യണ കണ്ടപ്പോൾ കുട്ടുവും വന്നു ഹെൽപ്പിന്. അപ്പോൾ അവനും ഞാനും കൂടി ഏകദേശം അതൊക്കെ കഴിഞ്ഞു. പാക്കിങ് എല്ലാം ഓരോരോ പാർസൽ ഓരോരുത്തർ കൊറിയർ അയക്കേണ്ട ഇതൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പ് എനിക്ക് അഡ്രസ്സൊക്കെ ഒന്നും കൂടെ നമ്മൾ അവരെ വിളിച്ച് ചോദിച്ച് സംസാരിച്ച് സെറ്റാക്കിയാൽ പിന്നെ അത് എഴുതുന്നത് കറക്റ്റാവുമല്ലോ എന്നുള്ളതിൽ അവർ തന്ന അഡ്രസ്സും എൻ്റെ എല്ലാം അയച്ചതൊക്കെ ശരിയാണോ എന്നുള്ളത് ഒന്ന് റീചെക്ക് ചെയ്തു. അവർ പറഞ്ഞ ഐറ്റമൊക്കെ തന്നെയാണോ പാക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞ് ഒന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ മുടപ്പിലൂർ പോയിട്ടോ. അച്ചയമ്മ വിജയവാഡയിലാണ് താമസം. അവർ ഇപ്പോൾ ഒരാഴ്ചയായി വന്നിട്ട്. അവരിങ്ങിപ്പോൾ ഈ 3 ദിവസം കൂടെ കഴിഞ്ഞ് അവർ പോവും. അപ്പം നമുക്ക് ഇന്ന് സൺഡേ ഒഴിവല്ലേ എന്നുള്ളതിൽ ഞാനും അച്ഛനും അമ്മയും കൂടെ വന്നതാട്ടോ. ഇവർ മക്കളാണ്. സരള ചേച്ചി ബോംബെയിൽ താമസിക്കുന്നു, മീന ചേച്ചി വിജയവാഡയിൽ താമസിക്കുന്നു. അമ്മ പിന്നെ ഒരു ഏട്ടൻ, 2 ഏട്ടന്മാരുണ്ട്. ഒരു ചേട്ടൻ വന്നിട്ട് പുറത്ത് പോയിരിക്കുകയാണ്, ഉദയേട്ടനും ദീപ ചേച്ചിയും പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ മോള് വന്നിട്ട് ശശി ചേച്ചി, ഇത് ശശി ചേച്ചി, മോൻ അജിയേട്ടൻ. അപ്പോൾ ഇവരൊക്കെയാണ് അച്ഛയമ്മയുടെ മക്കൾ കേട്ടോ. അവരിങ്ങിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പോവുമല്ലോ. അപ്പോൾ അവിടുത്തെ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് അവർ ഭയങ്കര തിരക്കിലായിരുന്നു. ഒരുപാട് നേരം ഞങ്ങൾ ഇരുന്നു. വൈകുന്നേരം വരെയ്ക്ക് ഇരുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇറങ്ങുന്ന നേരത്ത് നല്ലൊരു മഴയുടെ ഒരു സാധ്യത തോന്നി. അപ്പോൾ ശരി എന്നാൽ ഇറങ്ങാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് പാവം അവരുടെ ഡോഗിനെ ഞങ്ങൾ വരുന്ന നേരത്ത് കൂട്ടിൻ്റെ ഉള്ളിലാക്കിയതാണ്. പക്ഷെ അത് അപ്പം തൊട്ട് സൈലൻ്റായിരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ആളുള്ളതിനെ മറന്നു പോയിട്ടോ. മറ്റേ നമ്മുടെ അവിടെ ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഇതാൾ ഭയങ്കര സൈലൻ്റാണ്. അവർ വരുമ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് അത് ഞങ്ങളുടെ മുഖം നോക്കി സൈലൻ്റായിരിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഡോഗിനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അവരുടെ വർത്തമാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങാൻ നിൽക്കുമ്പോൾ നല്ല ഒരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ മഴ നിന്നിട്ട് ഇറങ്ങാമെന്നുള്ളതിൽ ഞങ്ങൾ പുറത്ത് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂർ ശേഷം എല്ലാം മഴ കുറച്ച് കുറഞ്ഞതിന് ശേഷം അച്ചടയിൽ റെയിൻ കോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെയിൻ കോട്ട് ഇട്ടിട്ട് അപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പോൾ നാളെ കാണാം, ബൈ.